ഹലോ അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 15 അറബിക് കാലിഗ്രഫി ചാലഞ്ചിൽ റബ്ബിസ്ദിനി അൽമ എന്ന വേഴ്സാണ് ഞാനിപ്പോൾ താഹ സൂറത്തിലെ 114th വേഴ്സാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നോർമലായിട്ടുള്ള ഒരു ബ്രൗൺ ഷീറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഫൗണ്ടെയിൻ ഇങ്ക് അല്ലെങ്കിൽ കാലിഗ്രഫി ഇങ്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. എൻ്റെ കയ്യിലൊരു 0.3 mm ഒരു കലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് ട്രഡീഷണൽ കാലിഗ്രഫിയാണ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോസിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ സിംഗിൾ വേർഡിൻ്റെ റൂൾസ് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷേ മൊത്തത്തിലുള്ള കാലിഗ്രഫി റൂളായിട്ട് എനിക്കങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അറിയില്ല. അതറിയണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാലിഗ്രഫറിനെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ അണ്ടറിൽ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ട്രഡീഷണൽ കാലിഗ്രഫി ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഹെയർകട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും സ്മോളസ്റ്റ് നിബുള്ള ഒരു കലമാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റീലിൻ്റെ കലമാണ്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഓയിനിൻ്റെ ടോപ്പ് ഹാഫ് കുറച്ച് നീളം കൂടിപ്പോയി. അതത്ര നീളം ഉണ്ടാവരുത്. അപ്പോൾ എൻ്റെ ഈ മിസ്റ്റേക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഹെയർകട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും സ്ലോ ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സെയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കാലിഗ്രഫി ആർട്ടിസ്റ്റിൻ്റെ അണ്ടറിൽ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം സെയിലൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ കുറച്ചുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കാലിഗ്രഫി വ്യൂവേഴ്സിനോട്. പിന്നെ ടോപ്പ് ഹാഫിൽ അതേപോലെ തന്നെ സെക്ഷൻ ചെയ്തതിന് ശേഷം ഞാൻ റോക്കോ ഗോൾഡൻ മാർക്കർ കൊണ്ട് ഒരു ആബ്സ്ട്രാക്ട് കാലിഗ്രഫി സ്ട്രോക്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെൻസിൽ കൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈനൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഈ കളറും മാച്ച് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങളുടെ വുഡൻ ഫ്രെയിമിൽ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ഇങ്ക് വന്നപ്പോൾ എത്ര ഡിഫറൻസ് വന്നതെന്ന് മനസ്സിലാക്കുക. സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ആ റോക്കോ മാർക്കറിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് നല്ലോണം എടുത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്, ആൻഡ് അസ്സലാമു അലൈക്കും.